ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധ പെന്തിക്കോസ്തി പെരുന്നാൾ ശേഷമുള്ള രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം ഏവരും പ്രവേശിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കത്തിന് അനുഭവത്തിലേക്ക് നാം ഏവരും നമുക്ക് സഹചാരിയായി കൂട്ടാളിയായി സമീപസ്ഥനായിരിക്കുന്ന ആ പരിശുദ്ധ ആ നിറയെ സാന്നിധ്യത്തോടു കൂടി ലോകത്തിലായിരിക്കുമ്പോഴും നാം ഈ ലോകത്തിലേക്ക് വീണ്ടും പുനഃപ്രതിഷ്ഠിക്കപ്പെടുകയും ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ വീണ്ടും ഈ ലോകത്തിലേക്ക് ഐക്യപ്പെടുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നാം ആയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ന് വായിച്ചു കേട്ടതായ ഏവൻഗേലിയൻ ഭാഗം നാം ശ്രവിക്കുകയാണെങ്കിൽ, യേശുതമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ പേര് ചൊല്ലി വിളിക്കുകയും ആ 12 ശിഷ്യന്മാരെ തൻ്റെ അടുക്കലേക്ക് വിളിച്ച് വേർതിരിക്കുകയും അതിനുശേഷം ഈ 12 ശിഷ്യന്മാരെയും അവരുടെ പ്രേക്ഷിത ദൗത്യത്തിലേക്ക് ഈ ലോകത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുവാൻ തക്കവണ്ണം കൽപ്പിച്ചാക്കുന്ന ഒരു നിറയെ സന്ദേശങ്ങൾ ഒടുങ്ങുന്ന ഒരു വേദഭാഗത്തെക്കുറിച്ചാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായം അതിന് 5 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഈ വേദഭാഗത്തിൽ പ്രത്യേകിച്ചും പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ ലോകത്തിലേക്ക് മനുഷ്യാവതാരം ചെയ്തവനായ ക്രിസ്തു തൻ്റെയും തൻ്റെ പിതാവിൻ്റെയും പരിശുദ്ധ റൂഹായുടെയും ഈ ലോകത്തിനു വേണ്ടിയുള്ള ആ ദൗത്യത്തെ നിറവേറ്റുവാൻ തക്കവണ്ണം, പൂർത്തീകരിക്കാൻ തക്കവണ്ണം ആ രക്ഷണ ദൗത്യത്തിലേക്ക് തൻ്റെ സ്ലീഹന്മാരെ പേര് ചൊല്ലി വിളിച്ച് ഈ ലോകത്തിലേക്ക് അയക്കുന്നതായ സംഭവത്തെക്കുറിച്ചുള്ള വിവരണകൾ. സഭയുടെ പഞ്ചാംഗം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഞായറാഴ്ചയിൽ ആദ്യമായിട്ടല്ല ശിഷ്യന്മാരെ ഈ ലോകത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. ഇതിനു മുൻപ് ദനഹാപെരുന്നാൾ ശേഷം കടന്നു വരുന്ന ഞായറാഴ്ചകളെല്ലാം ഈ സ്ലീഹന്മാരെ വിളിച്ച് വേർതിരിക്കുകയും അവരെ ഈ ലോകത്തിലേക്ക് അയക്കുന്നതായ സന്ദേശത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ പെന്തിക്കോസ്തി പെരുന്നാൾ ശേഷമുള്ള ഞായറാഴ്ചയിലും ഇതിനെക്കുറിച്ച് പിതാക്കന്മാർ പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇന്ന് ഈ തവണ ഈ ലോകത്തിലേക്ക് ഐക്യപ്പെടുന്നതായ ശിഷ്യന്മാരോടുള്ള സന്ദേശം, അല്ലെങ്കിൽ അവർക്ക് ഈ ലോകത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്നതായ ആ പുതുക്കത്തിൻ്റെ അനുഭവം വേറെയാണ്. കാരണം ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കത്തിൻ്റെ അനുഭവത്തിൽ നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവിന് നിറ ചൈതന്യം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഈ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നതായ ആ ധൈര്യത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഈ ലോകത്തിലേക്ക് അതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവരായ ശിഷ്യന്മാർക്ക് വേണ്ടി മുൻപിലുള്ളത് ശ്രേഷ്ഠമായ ഒരു ദൗത്യമാണ്. നമുക്കറിയാം, ഈ ശിഷ്യന്മാരെ വിളിച്ച് വേർതിരിക്കുമ്പോൾ ഇന്ന് ഞാനും നിങ്ങളും അഭിമുഖീകരിക്കുന്നതായ ഒരു ചോദ്യം പലപ്പോഴുമുണ്ട്. എന്താണ് ദൈവവിശ്വാസത്തിൻ്റെ സങ്കല്പം? അതിന് സാങ്കേതികം എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്നൊക്കെ നമ്മളോട് പലരും ചോദിക്കാനുണ്ട്. പലപ്പോഴും നാം പല ചോദ്യങ്ങൾക്ക് മുൻപാകെ നമ്മുടെ മുട്ടുകൾ വിറച്ചു പോകുന്നുണ്ട്. ഈ ശിഷ്യന്മാർ സമൂഹത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അവർ മുൻപാകെ നിന്നുകൊണ്ട് ഇവൻ തച്ചൻ്റെ മകനല്ലേ, ഇവൻ നസറേത്തുകാരനല്ലേ എന്ന് പല ചോദ്യങ്ങളും ഇവരുടെ മുൻപാകെ ചോദിക്കുമ്പോൾ ഇവർക്ക് പറയുവാൻ തക്കവണ്ണം മറുപടിയില്ല. ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന അതേ ഒരു വൈഷമ്യം പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു സംഭവമുണ്ട്. It's a pre-modern concept which we are trying to implement in a post-modern era. A pre-modern God, a pre-modern Christ that lived amongst us, and the relevance of that Christ into the world and life and messages of today's world, a post-modern world. പക്ഷേ ഇന്നിവിടെ നിൽക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തിൽ നിൽക്കുന്ന ശിഷ്യന്മാർ അപ്പോസ്തല പ്രവർത്തികൾ വായിക്കുകയാണെങ്കിൽ അവർക്ക് നിറയെ ദൃഢതയുണ്ട്, വിശ്വാസമുണ്ട്. അവരെ വിളിച്ചവനാരാണെന്നും അവൻ്റെ ദൗത്യം എന്താണെന്നും അവർ ദൃഢപ്പെടുത്തുന്നത് ഈ ഒഴിഞ്ഞു കിടക്കുന്ന കല്ലറയല്ല, ഈ തൈലം പുരട്ടിയ സ്ത്രീകളല്ല, മറിച്ച് അവൻ്റെ രക്ഷണ്യമായ ദൗത്യവും അവൻ നമുക്ക് വേണ്ടി സഹിച്ചതായ വേദനയും പ്രയാസവും അതിനെല്ലാം ഉപരിയായി നമുക്ക് ദൃഷ്ടാന്തമായി തീർന്ന ആ കുരിശുമാണ് അവർ അടയാളം. There were times when the scripture was interpreted to the disciples. തമ്പുരാൻ തൻ്റെ വാഗുകൊണ്ട് തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്ത പല സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലവും അന്തരംഗവും ഒന്നും മനസ്സിലായില്ല. അവരെ സംബന്ധിച്ച് അവർ പല വലകളും ഈ തമ്പുരാൻ്റെ ഉള്ളിൽ മുകളിൽ നിന്ന് നെയ്യുന്നുണ്ട്. പക്ഷേ തമ്പുരാൻ നമുക്ക് ഈ ലോകത്തിൽ കഷ്ടം അനുഭവിച്ച് മരിച്ച് യാഗമായി കുരിശിൽ കയറുമ്പോൾ ആ കുരിശിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേൽക്കുന്ന സംഭവം അവർക്ക് നൽകുന്ന സന്ദേശം, when you read the message of passion and the cross with the scriptures, then you are instilled with nothing less and of vigor, a faith that is strong enough
to go and fight the world for the witness of the truth. ഇവരെ വിളിച്ച് വേർതിരിക്കുന്ന സത്യത്തെ സാക്ഷീകരിക്കുവാൻ തക്കവണ്ണമാണ്, സത്യത്തെ കാണുവാൻ തക്കവണ്ണമാണ്. ഈ ലോകത്തിൽ ഈ സത്യത്തിൻ്റെ സാക്ഷികളായി ഇറങ്ങിത്തിരിക്കുവാൻ തക്കവണ്ണം ദൗത്യം ലഭിച്ചവരാണ്. So cross is the shadow in which every disciple lives. Cross is a shadow in which every apostle lives. In today's world, when we constantly ask ourselves the purpose of our life, whatever we are, wherever we are, the eternal question that should linger in our hearts is that despite the vocations that we have received, the eternal purpose of every Christian believer, an apostle, a disciple, is to be the witness of the divine, gracious God. And that witness is not merely something that is a hearsay, but an experience that comes from witnessing that passion and the cross and reading that it is not but the fulfillment of all that was written by the prophets and the apostles before us. ഈ ഒരു കുരിശിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് when you live in the shadow of this Christ, of this cross, what you stretch forward is for the Christ who is ready to come again. At the same time, you look behind at the cross which is empty, giving your faith, yes, that he is indeed resurrected. And when you stretch forward in the shadow of cross, you realize that that resurrected Christ is going to come again to fulfill his promise. അപ്പോൾ ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ട ഒരു ചിന്ത, ഞാനും നിങ്ങളും എല്ലാവരും ഈ ലോകത്തിൽ ഐക്യപ്പെട്ടവരാണ്. അതേത് സാഹചര്യത്തിലായിരുന്നാലും അവനെ സാക്ഷീകരിക്കുവാൻ തക്കവണ്ണം, ആ ദൃഢ വിശ്വാസത്തോടു കൂടി അവൻ്റെ പ്രമുഖമായ സാക്ഷികളായി തീരുവാൻ തക്കവണ്ണം വിളി ലഭിച്ചവരാണ് ഞാനും നിങ്ങളും. രണ്ടാമതായി ഇവിടെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്, നിങ്ങൾ പോയി പ്രസംഗിക്കേണ്ട കാര്യം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നതാണ്. ഇന്ന് പലപ്പോഴും ഒരു പ്രോസ്പെരിറ്റി ഗോസ്പലിൻ്റെ സാഹചര്യത്തിൽ നാം ഇരിക്കുമ്പോൾ നാം ഓരോ വിശ്വാസികളും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഓരോ പുരോഹിതന്മാരിൽ നിന്നും ഓരോ ദൈവഭക്തന്മാരിൽ നിന്നും അവർ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയും അവരുടെ ലോലുപതയ്ക്ക് വേണ്ടിയും സൗകര്യത്തെയും വർദ്ധിപ്പിക്കുന്ന ഒരു സുവിശേഷത്തെക്കുറിച്ചാണ് അവർ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ വേദനകൾക്കും പ്രയാസങ്ങൾക്കും അവർ ആഗ്രഹിക്കുന്ന അവർ ദൈനംദിനമായ അവർ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് സഹായകമായി തീരുന്ന ഒരു സുവിശേഷത്തെയാണ് അവർ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരിക്കലും വേദപുസ്തകമോ അല്ലെങ്കിൽ പ്രവാചകന്മാരോ അല്ലെങ്കിൽ ക്രിസ്തുയേശുവോ അവൻ പ്രേക്ഷിത ദൗത്യത്തിലേക്ക് ആക്കി വെച്ചവരായ ആർക്കും ക്രിസ്തുവല്ലാതെ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവല്ലാതെ മറ്റൊന്നും സാക്ഷീകരിക്കാൻ തക്കവണ്ണമില്ല. ഈ ക്രിസ്തുവിനെക്കുറിച്ചും ഈ ക്രിസ്തുവിൻ്റെ കൂടെ ആഗതമായിരിക്കുന്ന വരുവാനിരിക്കുന്ന ആ ദൈവരാജ്യത്തെക്കുറിച്ച് മാത്രമാണ് അവർ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഈ ദൈവരാജ്യത്തിന് വേണ്ടി നാം കേൾക്കുമ്പോൾ ഇന്ന് വായിച്ചു കേട്ടതായ പഴമ നിയമത്തിലും നാം വായിച്ചതാണ്, നാം നമ്മുടെ സ്വർഗത്തിലെ പിതാവാം ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ ഞാനും നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അനുദിനം ഈ പ്രേക്ഷിത ദൗത്യത്തിലേക്ക് നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ, if you need to convince someone and you have to be convicted, and for that conviction to arise in you, for that belief to arise in you, you have to realize that the message that God gives us every day is the message that indeed the kingdom of heaven is in front of us, is between us. We have to prepare ourselves to receive, to be partakers of that kingdom of heaven. And that partaking is not something which is very trivial. It involves a lot of preparation. ഒരു വിശുദ്ധിയുടെ ഒരുക്കം അവിടെ ആവശ്യമാണ്, ഒരു സ്നേഹത്തിൻ്റെ ഒരുക്കം അവിടെ ആവശ്യമാണ്, ത്യാഗത്തിൻ്റെ സ്നേഹം അവിടെ ആവശ്യമാണ്. സ്നേഹവും ത്യാഗവും അതിനെല്ലാം ഉപരിയായി ആ കുരിശ് നൽകുന്ന ആ വിനയത്തിൻ്റെ മാതൃകയും നമുക്ക് ഉൾക്കൊള്ളാതെ ഒരിക്കലും ഈ ദൈവരാജ്യ അംഗങ്ങളായി തീരുവാൻ തക്കൊണ്ട് സാധ്യമാകുകയില്ല. ദൈവത്തിൻ്റെ രാജ്യം ആഗമമായിരിക്കുമെന്ന് പറയുമ്പോൾ ഉത്ഥിതനായ ക്രിസ്തു എനിക്കും നിങ്ങൾക്കും എപ്പോഴും നമുക്ക് സഹചാരിയായി നിൽക്കുന്ന ഒരു അനുഭവമാണ്. ദൈവം എനിക്കൊപ്പം ഉണ്ടായിരുന്ന് എൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ദൃഢമായ ഏക ലക്ഷ്യം വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി മാത്രമാണ്. കാരണം വിശുദ്ധീകരിക്കപ്പെടാത്തവരായ ആർക്കും അവൻ്റെ ഓഹരിയിലും നമുക്ക് പങ്കൊരിക്കലും സ്വായത്തമാകുകയില്ല. അവൻ്റെ ഓഹരിയിൽ നമ്മൾ പങ്കാളിയായി തീരണമെങ്കിൽ വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടി കയറിയേ മതിയാവും. ഈ വിശുദ്ധിയുടെ പടവുകൾ നാം ചവിട്ടി കയറാത്തിടത്തോളം കാലം ദൈവമുൻപാകെ നമുക്ക് യാതൊന്നിനും വില കൽപ്പിക്കുവാൻ തക്കവണ്ണമില്ല. ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾ പോകുമ്പോൾ മടിശീലകളൊന്നും നിങ്ങൾ കരുതല്ലേ, രണ്ടുടുപ്പോ ചെരുപ്പോ ഒന്നും കരുതല്ലേ, നിങ്ങൾ ലോകത്തിൽ ഇറങ്ങി ചെല്ലുക, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ നിങ്ങൾ യോഗ്യരാകുന്നു. പ്രിയമുള്ളവരെ, ഈ കുരിശിൻ്റെ നിഴലിലമായിരിക്കുമ്പോൾ അതിനെല്ലാം ഉപരിയായി ദൈവരാജന ഈ സന്ദേശം, ആ സുവാർത്ത നാം അറിയിക്കുമ്പോൾ ദൈവം നമ്മെ കൽപ്പിച്ചാക്കുന്നത് യാതൊന്നും, ഈ ലോകത്തിലെ യാതൊന്നും നമുക്ക് കൂട്ടായി കൊണ്ടുപോകാൻ തക്കവണ്ണം അവൻ നമുക്ക് നൽകുന്നില്ല. മറിച്ച് അവൻ നൽകുന്ന രണ്ട് കാര്യം. ഒന്ന്, to believe in the divine prudence of the Lord
And above all, to believe that yes, there is a divine providence that is indeed there to guide me through all my situations. And when the prudence guides you, you are instilled with the feeling, yes, that the providence of God is enough for me. The God who was ready to feed Elijah with the ravens, with the crow, is there indeed to feed me still, is there to guide me through all my thicks and thins of life. And when you go forward with that divine providence, it is your life that witnesses the grace of God. You might speak a lot about God, but unless you have witnessed and convinced of the fact that indeed He has been the one who lived for me and you, and you and I are living in this world for nothing but to live for Him, to work for Him, to be the agents of His manifestations, and above all, the ambassadors of the kingdom of heaven. That is when you realize that indeed the calling that I received, the vocation that I received, is much beyond my perception. The purpose of life is nothing but the life of purpose. And that life of purpose is when you and I are ready to offer ourselves as ambassadors for Him, to work for Him. Our hands, which become the agents of God to work. Our feet, when they become the agents of God to work. Our tongue, when it becomes the agent of God to work. That is when the Christ lives in us. That is when the resurrected Christ and the Holy Spirit is something which invigorates you and me. അപ്പോൾ ഇന്ന് നാം ഈ പെന്തക്കോസ്ത് രണ്ടാമത്തെ ആഴ്ചയിൽ നാം പ്രവേശിക്കുമ്പോൾ നമ്മെ ഭരിക്കേണ്ടതായ ചിന്തകൾ, ഒന്ന്, എന്നെ ദൃഢപ്പെടുത്തേണ്ടത്, എന്നെ പ്രേക്ഷിത ദൗത്യത്തിലേക്ക് ഈ ലോകത്തിലാക്കിത്തിരിക്കുന്നത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ വേർപെട്ട് മാറ്റി നിർത്തുന്ന ഈ അനുഭവം എനിക്ക് സാക്ഷിയായിരിക്കുന്നത് ആ കുരിശിന് നിഴലാണ്. ആ കുരിശിന് നിഴൽ നിന്നുകൊണ്ട് രണ്ടാമത് കടന്നു വരുന്ന ക്രിസ്തുവിന് വേണ്ടി ഞാൻ ഒരുങ്ങുകയും അതോടൊപ്പം തന്നെ ഈ ഒരുക്കത്തിൻ്റെ ഭാഗമായി ഞാൻ ഈ ലോകത്തിൽ സംസാരിക്കേണ്ടതും ഒരുങ്ങേണ്ടതും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയും സ്വർഗരാജ്യത്തിൻ്റെ വരവിന് വേണ്ടിയും വിശുദ്ധിയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ത്യാഗത്തോടുകൂടി ഒരുങ്ങുവാനും അതിനെല്ലാം ഉപരിയായി ദൈവത്തിൻ്റെ ദൈവികമായ പരിപാലനയിൽ വിശ്വസിച്ചുകൊണ്ട് എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവന് വേണ്ടി വാഹകരായി തീരുമ്പോൾ എൻ്റെ നിങ്ങളുടെ ദൗത്യം ഈ ലോകത്തിൽ പൂർത്തീകരിക്കും. ദൈവം എന്നെ നിങ്ങളെയും ഈ ലോകത്തിൽ വലിയ ദൗത്യത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ആ ദൗത്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണം നമ്മുടെ ഉൾക്കണ്ണുകളെയും പ്രകാശിപ്പിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധ രൂഹ എന്നെ നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.